ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെയും ഇപ്പം ലോക്ക്ഡൗൺ ആണ്, സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ വാങ്ങി വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു മാസത്തേക്കാണ് ഇവിടെ എമർജൻസി സിറ്റുവേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ വീട്ടിനകത്ത് തന്നെ മാക്സിമം ഇരിക്കാനാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം വീട്ടിലാണ്. അപ്പം ഞാനിപ്പം ഓർത്തു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉണ്ടാക്കുന്നതെല്ലാം ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ തോർന്നിരിക്കുകയാണ്. അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാം. അപ്പോൾ ആലു പറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് തിളപ്പിക്കാൻ വെക്കണം, എന്ന് വെച്ചാൽ വേവിക്കാൻ വെക്കണേ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്ക് ഒരു സവാള ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലോട്ട് വേണ്ടിയിട്ടുള്ളത് ഒരു വലിയ സൈസ് സവാള തന്നെയാണ് എടുക്കുന്നത്, ഇല്ലെങ്കിൽ ചെറിയ 2 മീഡിയം സൈസ് സവാള വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിന് നമ്മൾക്ക് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആദ്യം സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും നമ്മൾ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതും ചേർത്തിട്ട് പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ, എരിവിനനുസരിച്ച് ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതും ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾക്ക് മല്ലിയില വേണം. മല്ലിയിലയും കൂടെ ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് ഇതിലെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ എല്ലാം സ്മാഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾക്ക് പിന്നെ ഇനി ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മസാലയാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി, കുക്കിംഗ് ഓയിൽ. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഉണ്ടല്ലോ, ഉള്ളിയും അതുപോലെ കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇടുക. മല്ലിയില ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഇത് മല്ലിയില ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടല്ലോ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഈ മസാലയ്ക്ക് നമ്മുടെ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇടുക. ജീരകപ്പൊടി ഇല്ലെങ്കിൽ ജീരകമായിട്ട് ഇടാം. ജീരകമായിട്ട് ഇടുമ്പം ഈ പറാട്ട കഴിക്കുമ്പം കുറച്ച് കടിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പൊടിയായിട്ട് ഉപയോഗിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ഇടാം. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് വെച്ചതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മല്ലിയിലയും കൂടെ ചേർക്കാം. അവസാനമായിട്ട് മല്ലിയില ചേർത്താൽ മതി. മല്ലിയില ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് പറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചപ്പാത്തി മാവ്, ഇത് മാവുണ്ടല്ലോ, ഇത് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മാവ് ഒഴിക്കേണ്ടത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഉരുളയാക്കി എടുത്തിട്ട് ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കുക. ഒരുപാട് വലുതാക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മീഡിയം സൈസിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് ഇത്രയും പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചത് അടുത്ത് തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു സ്പൂണ് കൊണ്ട് ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് ഇതുപോലെ അടയ്ക്കുക. അത് അടച്ചിട്ട് ആ ചുരുട്ടി ഒന്ന് ഒട്ടിച്ചാൽ മതി. അപ്പം കറക്റ്റായിക്കോളും. ഇനി ഇത് നമ്മൾ പൊടിയിട്ടിട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ, പക്ഷെ ഒരുപാട് സ്ട്രെസ്സ് കൊടുത്ത് പരത്തരുത്. നല്ല സോഫ്റ്റായിട്ട് പതുക്കെ വേണം പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ എണ്ണയൊന്നും ചുടുമ്പോൾ ആവശ്യമില്ല. ഇനി അഥവാ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇനി 2 സൈഡ് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരണം. അപ്പം നല്ല ഇങ്ങനെ ഇതുപോലെ ആവണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് പറാട്ട നന്നായിട്ട് വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ആദ്യത്തെ പറാട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ബട്ടറും കൂടെ ചേർത്തിട്ട് വേണം കഴിക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഇല്ലെങ്കിൽ പിന്നെ തൈര് ചേർക്കാം, അതുപോലെ അച്ചാറും കൂടെ കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ അതേ അടുത്തത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കുകയാണ്. ഇത് ശരിക്കും ഞാൻ പൂനെയിൽ പോയിട്ടാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് രശ്മി ഉണ്ടല്ലോ, അവൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. നല്ല രസമാണ്. നല്ല കുഞ്ഞ് പറാട്ടയായിട്ട് നല്ല സ്ലിമ്മായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതാണ് ആദ്യമായിട്ട് കഴിച്ചത്. അപ്പോൾ അതിനുശേഷം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എപ്പോഴും പറാട്ട എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാൻ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, ഇഷ്ടപ്പെട്ടു. അതും ആലു പറാട്ട മാത്രം കേട്ടോ, ബാക്കിയൊന്നും അത്ര ഇഷ്ടമല്ല. ഇതിലിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ടിട്ടുള്ളതാണ്. മസാലപ്പൊടികളോ അല്ലെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇതാകുമ്പം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഇങ്ങനെയുള്ള പറാട്ട സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പറാട്ട ഏതാണ്? ആലു പറാട്ടയാണോ അതോ വേറെ ഏതെങ്കിലും പറാട്ടയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.
അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ